ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഈവനിങ് സ്നാക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം 4 മണി ചായയുടെ കൂടെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്നാക്കുകളാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 അത്യാവശ്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞതായി ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുത്ത് പിന്നെ ഒരു 3 പ്രാവശ്യം വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്താൽ മാത്രമേ ഉള്ളൂ ഉരുളക്കിഴങ്ങിലെ സ്റ്റാർച്ചൊക്കെ പോയി കിട്ടുക. അപ്പോൾ ഉരുളക്കിഴങ്ങിൽ അത്യാവശ്യം തന്നെ നല്ല സ്റ്റാർച്ച് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള സ്റ്റാർച്ചും കൂടെ അതിലങ്ങ് പോയിക്കോളും. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം പിന്നെ ഒന്നും കൂടെ നന്നായിട്ട് ഇതുപോലെ കഴുകിയിട്ട് നമുക്കൊരു അരിപ്പയിലേക്ക് ഊറ്റി വെക്കാം, വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഊറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് വീണ്ടും അതിൽ വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും കൂടെ കൈകൊണ്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് മൈദയും 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കോൺഫ്ലവറും മൈദയും നമ്മളിതൊരു യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയുടെ പകുതി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് സ്റ്റിക്കി ആയിട്ട് കിട്ടും കേട്ടോ മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് ചിലപ്പോൾ വെള്ളം കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഇതുപോലെ കയ്യിലെടുത്ത് നോക്കിയാൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഒരു ഷേപ്പ് ആക്കാൻ പറ്റണം. ആ ഒരു പാകത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് സ്റ്റിക്കി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഈ ഒരു ഷേപ്പിൽ കനം കുറച്ചിട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ. പിന്നെ ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് റെഡിയായി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. അടുത്തത് നമ്മൾ ക്രിസ്പി ആയിട്ടുള്ളൊരു പൊട്ടാറ്റോ ഗാർലിക് റിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി മീഡിയം സൈസിലുള്ള 2 പൊട്ടാറ്റോ ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഗാർലിക് പൊട്ടാറ്റോ റിങ്ങിന് വേണ്ടിയിട്ട് വെളുത്തുള്ളിൻ്റെ ഫ്ലേവറാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഇനി ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഓയിലായാലും മതി കേട്ടോ. ബട്ടർ മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഈ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുത്താൽ വളരെ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ചില്ലി ഫ്ലെക്സ് ആകെ കരിഞ്ഞു പോവും, ഒരു കൈപ്രസം വരും. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വന്ന ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഈ വെള്ളമൊക്കെ വറ്റി റവയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുക്കായി വന്ന് നല്ല ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. വെള്ളമൊക്കെ വറ്റിയതായി ഇതുപോലെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നാൽ നമുക്കിതിലേക്ക് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചൂടാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം നമുക്കിതിന്ന് ഓരോ ചെറിയ പോർഷൻ എടുത്തിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇതുപോലെ പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട കേട്ടോ. ഒരു 1/4 ഇഞ്ച് കനത്തിൽ പരത്തിയെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ കട്ടർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി.
എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ചെറിയ നമ്മുടെ 7-Upൻ്റെ ഒക്കെ ബോട്ടിലിൻ്റെ അടപ്പുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇതുപോലെ മാറ്റാം. അപ്പോൾ അത് നമുക്ക് അടുത്തത് പരത്തിയെടുക്കുമ്പോൾ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ അത്യാവശ്യം പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കും. ഇനി നമുക്കിതൊരു മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ, എന്നാലേ ഉള്ളൂ നമുക്ക് പൊട്ടറ്റോ റിങ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നെ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ എല്ലാ റിങ്സും മുകളിലേക്ക് പൊങ്ങി നിൽക്കും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇത് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ റിങ് ഇവിടെ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടീസ്പൂണ് ചില്ലി ഫ്ലക്സും 1/2 ടീസ്പൂണ് ചാറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മൊസറല്ല ചീസ് കയ്യിലുണ്ടെങ്കിൽ അതും ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലൊരു പാത്രം എടുത്തിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏത് പാത്രമായാലും കുഴപ്പമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു പാത്രത്തിൽ പരത്തി കൊടുക്കുക. നന്നായിട്ട് നല്ല പ്രസ് ചെയ്തിട്ട് പരത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലൊന്നാക്കി കൊടുത്താൽ മതി. പറ്റ നൈസായിട്ട് പരത്തിയെടുക്കരുത് കേട്ടോ, കുറച്ചൊരു കനത്തിൽ വേണം പരത്തിയെടുക്കാൻ, അല്ലെങ്കിൽ പിന്നെ നമ്മളിത് പൊരിച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ട് പരത്തിയെടുത്തിട്ട് ഫ്രീസറിലേക്ക് വെക്കാം. ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. ഇപ്പോൾ നമ്മളിതിവിടെ ഫ്രീസറിലൊക്കെ വെച്ച് നന്നാക്കി സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം ഉപ്പും അല്പം കുരുമുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ലൂസിലുള്ള ബാറ്റർ ആക്കി എടുക്കണം കേട്ടോ. ഇനി ഓരോ പീസും എടുത്തിട്ട് ആദ്യം ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൽ ചീസൊക്കെ ചേർത്തത് കാരണം ചീസൊക്കെ മെൽറ്റായിട്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മുറിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ മറിച്ചിട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇത് 2 സൈഡും ഇതുപോലെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടാറ്റോ ബൈറ്റ്സ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി 1 ടീസ്പൂൺ വെളുത്തുള്ളിയാണ് കേട്ടോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചില്ലി ഫ്ലെക്സ് മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. എന്നിട്ട് നമുക്കിതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം.
അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് വെള്ളത്തിലേക്ക് അരക്കപ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിലപ്പം അരക്കപ്പ് പൊടിയിലേക്ക് ഒരു 3/4 കപ്പ് വരെ വെള്ളമൊക്കെ വേണ്ടി വരും കേട്ടോ ചില പൊടികൾക്ക്. എന്നാൽ ചില പൊടികൾക്ക് അത്ര തന്നെ വേണ്ടി വരില്ല. അപ്പോൾ നിങ്ങളുടെ പൊടിക്കനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് നോക്കിയിട്ട് നല്ല ഡ്രൈ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാകുമ്പോൾ നമ്മുടെ മാവ് ഇവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് മുറിച്ചിട്ട് പുഴുങ്ങിയെടുത്തതാണ്. ഇനി നമുക്കിത് ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ ഇട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ ആ ഒരു 2 ഉരുളക്കിഴങ്ങും ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് ചെറിയ ഓരോ ഉരുളയാക്കി എടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നാലേ ഉള്ളൂ നമുക്കൊരു ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലാ ബൈറ്റ്സും മുകളിൽ പൊങ്ങി വരുമ്പോൾ പിന്നെ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് കോരിയെടുക്കാം. അടുത്തത് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു ജിലേബിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലിയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും പിന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ച് കൊടുക്കാം. ഇനി പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളമാണോ ഈ ജിലേബി വണ്ണം വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജിലേബിയുടെ ഒരു സൈഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു കളറായി വരുമ്പോൾ നമുക്കിത് എടുക്കാം. ഇനി നമുക്കിത് നല്ല ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ അടുത്ത സ്നാക്ക് കുട്ടികളുടെ ഫേവറേറ്റായ പൊട്ടാറ്റോ സ്മൈലിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ സ്മൈലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞത് ഇതുപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ഗ്രേറ്ററിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കട്ടകളൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/3 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മളിവിടെ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കൂടുതലായിട്ട് കിഴങ്ങിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബ്രെഡ് ക്രംസോ കോൺഫ്ലവറോ ഒക്കെ ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് പരത്തിയെടുക്കാം. പലകയിൽ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ പരത്തിയെടുക്കുന്നത്. കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മാവ് മുഴുവനായിട്ട് അങ്ങ് പരത്തിയെടുക്കാം കേട്ടോ. ഇതുപോലെ കോൺഫ്ലവർ കുറച്ച് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുത്താൽ മതി, അല്ലെങ്കിൽ ഈ കല്ലിലൊക്കെ ഒട്ടി പിടിക്കും. ഇതുപോലെ ചെറിയൊരു കട്ടിയിൽ പരത്തിയെടുക്കുക. ഇനി സ്റ്റീലിൻ്റെ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ടോ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇനി ഇതുപോലൊരു സ്ട്രോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കണ്ണുണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് തിരിച്ചു കൊടുത്താൽ നമുക്കിതുപോലെ കിട്ടും. ഇനി വായ നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു മാവ് ഈ സ്പൂണിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ സ്പൂണിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിത് എടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്യാം. അപ്പോൾ അടുത്തത് ഇനി പരത്തിയെടുക്കുമ്പോഴേക്കും ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ അതാ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ സ്മൈലി ഇവിടെ റെഡിയായി. അപ്പോൾ അടുത്തത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടാറ്റോ ബോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് കോൺഫ്ലവറും പിന്നെ പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഓരോ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പികളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ ലൈക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യണം കേട്ടോ. ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്ത് പിന്നെ ഒന്ന് മൂത്ത് വരാൻ തുടങ്ങുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ കളറായി കിട്ടും. എന്നിട്ട് പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള പൊട്ടാറ്റോ ബോളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്